മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. വിദ്യാഭ്യാസമില്ലാത്ത 11 പേരിൽ തുടങ്ങിയ ആ രാഷ്ട്രധർമ്മമാണ് 21 നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കുകയാണ്. ക്രിസ്തുവിന് മരണശിക്ഷ വിധിച്ച റോമൻ സാമ്രാജ്യം വന്നു. പീലാത്തോസ് ചരിത്രത്തിലെ വില്ലൻ കഥാപാത്രം. അന്ന് എഴുതി പ്രപഞ്ചത്തിന് ഒരു ഹീറോയുണ്ട്. ആ ചെറുത്താരെ ചെറുതിന് താഴെ ക്രൂശിലവന്റെ ശിരസംസ്ക അഗ്നിജ്വാലയുടെ കണ്ണുകളുള്ള ആഴ്ചയെ കൈകളിൽ തൂക്കി സാമ്പത്തികമാക്കുന്ന രാജാതി രാജാവായ ക്രിസ്തു കച്ചവട വ്യാപാരികളോട് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് പറയുന്നു. ധൂപം എനിക്ക് വെറുപ്പാകും. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കും. അവ എനിക്ക് അസഹ്യം. ഞാൻ സഹിച്ചു മോഷിപ്പിക്കില്ല. എന്ത് ചെയ്യണം? തിന്മ മതിയാക്കുക. നന്മ ചെയ്യാൻ പഠിക്കുക. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുക. അനാഥരൻ ന്യായം പാലിച്ചു കൊടുക്കുക. വിധവമാർക്ക് വേണ്ടി സുവിശേഷം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ ദൈവജനവും ദൈവദാസന്മാരും എങ്ങനെ സുവിശേഷത്തെ വ്യാപരിപ്പിക്കുന്നു? ആധുനിക അപ്പച്ചന്മാരുടെ കാലത്തുള്ള സുവിശേഷമെന്നോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സഭയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് പുരാതന അപ്പച്ചന്മാരുടെ സഭയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഒരറിയിപ്പ്: ഈ സ്കിറ്റിലുള്ള കഥാപാത്രങ്ങൾ ഞങ്ങളുടെ ഭാവന മാത്രമാണ്. നീ ഇറങ്ങിയില്ലേ? സഭയായി തുടങ്ങാൻ സമയമായി കാണും. ഒരു കാര്യം ചെയ്യും, എൽസമ്മ നീ സാരി എടുത്തോട്ടെ. മതി, ചക്ക വേവിക്കുന്നത് വന്നിട്ട് മതിയില്ലേ? എൽസമ്മ സ്തോത്രാസിക്ക് 2 എണ്ണം എടുത്തോ. ഓടിവാ, എന്റെ ചെരുപ്പ് വേണ്ടിട്ട് ഒന്ന് മേടിക്കാൻ പോലും പുതിയ ചെരുപ്പ് മേടിക്കാൻ പോലും പൈസ ഇല്ല. എന്ത് ചെയ്യാനാ? എൽസമ്മ ചക്ക വേവിച്ചാൽ മതി. വൈകിട്ടല്ലേ പരസ്യം. ഒന്ന് വേഗം വാ, വേഗം വാ. ഇന്ന് ഞായറാഴ്ച രാവിലെ കാലം നമ്മൾ ചുരുക്കം ചില ചേരായിട്ടാണ് ഇവിടെ വന്നത്. സ്തോത്രം. ഈ ആരാധനയിൽ ദൈവത്തിന്റെ മഹിമ വെളിപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വൈകിട്ടത്തെ ചന്തമുക്കിൽ നടക്കുന്ന പരസ്യയോഗത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉണർവ് വെളിപ്പെടുവാൻ, ഹല്ലേലൂയ ലോക ജാതികൾ എന്റെ യേശുവിനെ അറിയുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രിയ കുഞ്ഞമ്മച്ചി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കുന്നു. ഈ നല്ല ദിവസത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവമക്കളോടൊത്ത് ദൈവത്തെ ഉപദേശിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന ജനത്തിന് ആവശ്യമായ വചനം നൽകുക. ഉപദേശിയെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിപ്പാനാക്കണം. ദൈവസന്നിധിയിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥനയായ സ്തോത്രം. യേശു മുതൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പാട്ടിന്റെ ചില ഇരട്ടുകളിൽ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിച്ചേ നാദേ
നന്മകൾ സ്തോത്രം 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 സ്തോത്രം. ദൈവം എത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച കാലം ഈ ദേശത്തിൽ ദൈവമേ ഹല്ലേലൂയ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഈ ദേശത്ത് ദൈവം നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഇത്രത്തോളം ദൈവം സഹായിക്കുന്നത് ഈ ദേശത്ത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചണ്ടമുക്കിൽ നടക്കുന്ന പരസ്യയോഗത്തിൽ ഹല്ലേലൂയ സ്തോത്രം പ്രിയ ചായൻ ചക്ക വെയിൽ ഉണ്ടാകുന്ന ചക്ക വേവിച്ചത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ അമ്മാമ ഹല്ലേലൂയ സ്തോത്രം ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം തക്ക സമയത്ത് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം അവിടെ എത്തിക്കുവാനും അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ ചൂട്ട് കത്തിച്ചു കൊണ്ടുവരുവാൻ ചൂട്ട് കത്തിച്ചു കൊണ്ടുവന്ന് നമ്മളെ അവിടെ സഹായിച്ചു. നമ്മുടെ യോഗം 5 മണിക്ക് ചന്തമുക്കിൽ ആരംഭിക്കും. 5 മണി തൊട്ട് 8:30 വരെ ദേശമുണർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിക്കാൻ നയിക്കുന്നു. ഈ ദേശത്ത് നമുക്ക് പട്ടിണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഒരു വസ്ത്രം ഒന്ന് മാറി കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഈ ചെറ്റ പിടിവിൽ ആണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആരാധന നടക്കുന്നത്. ഹല്ലേലൂയ. എന്നാലും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഒരു നേരത്തെ അരി ആഹാരം കഴിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഹല്ലേലൂയ. ചക്ക വേവിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ കുടുംബയോഗങ്ങളിൽ ചക്ക വേവിച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അരിയാഹാരം മേടിക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിലും ദൈവം നമ്മളെ എത്രത്തോളം നടത്തുന്നു. സ്തോത്രം 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 സ്തോത്രം. 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. അല്ല, ആ ഇടയന്റെ മുഖത്തോട്ട് നോക്കി നമുക്ക് ഒന്നുകൂടി ദൈവം സിദ്ധിയിരിക്കാം. ഹല്ലേലൂയ സ്തോത്രമിനെ ഹല്ലേലൂയ സാക്ഷ്യത്തിൽ പറയാനുണ്ടെങ്കിൽ സാക്ഷ്യത്തിൽ നിന്ന് അല്പനേരത്തേക്ക് ഞാൻ സ്തോത്ര സാക്ഷ്യത്തിന് വേണ്ടി സമയം വേദനിക്കുന്നു. നമ്മുടെ സഹായം. സാക്ഷിയായി ഈ സഹായത്തിൽ എഴുന്നേൽപ്പാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞാനൊരു വളരെ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് സാക്ഷ്യത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ എൻ്റെ സഹോദരൻ പശുവിനെ കറക്കാൻ വേണ്ടി തൊഴുത്തിൽ ചെന്നപ്പോൾ പശു തൊഴിച്ചു. 7 മാസത്തിലും നീരുമായി വേദനയായിട്ടിരിക്കുന്നു. വൈദ്യന്റെ അടുത്ത് പോയില്ല. ഞാൻ കുറച്ച് പച്ചമരുന്നുകളൊക്കെ അരച്ച് സഹോദരന് ദേഹത്ത് വെച്ചു, ചൂട് വെച്ചു. അരിയൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചക്ക വേവിച്ച സഹോദരനെ കൊടുത്തിട്ടാണ് ഞാൻ ആരാധനയ്ക്കായി ഓടിപ്പോകുന്നത്. ദൈവമക്കളെല്ലാവരും ഉപദേശിയും പ്രത്യേകിച്ച് എൻ്റെ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ദൈവം പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ സ്തോത്രം. സഹോദരൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അരിയാഹാരം കൊടുക്കാൻ പോലും പൈസ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാലും ഹല്ലേലൂയ സഹോദരന് ദൈവം എത്രത്തോളം സൗഖ്യം കൊടുക്കട്ടെ. വൈദ്യനെ കാണിക്കാൻ പോലും പൈസ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പച്ചലകള് ഹല്ലേലൂയ സ്തോത്രം വെച്ച് കിട്ടിയിരിക്കുകയാണെന്നാണ് സഹോദരി പറഞ്ഞത്. ദൈവം സഹായിച്ചാട്ട് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നടക്കുന്ന 5 മണിക്ക് നടക്കുന്ന ആ ഹല്ലേലൂയ സ്തോത്രം പരസ്യത്തിലും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പിരിയാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം സഹായിച്ചാട്ട് ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. സ്തോത്രം.
സ്തോത്രം. ഇന്ന് വൈകിട്ട് ഈ ചന്തമുക്കിൽ നടക്കുന്ന പരസ്യയോഗത്തിലും നമുക്ക് ഇത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരാൻ ദൈവം സഹായിച്ചത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ദേശം ഒന്ന് ഉണരുവാൻ, ഈ പരസ്യയോഗത്തിലൂടെ ദേശം ഒന്ന് ഉണരുവാൻ ദൈവം ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ജാതികൾ മനസ്സാന്തരപ്പെടുവാൻ അത് ദൈവം ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പാപികളെ, ഹാലലി ദേശം ഒന്ന് ഉണരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം. ഇപ്പോൾ ഹാലലിയ സ്തോത്രം പാട്ടിന്റെ ഈരടികൾ നമുക്ക് പാടാം. സ്തോത്രം നമുക്ക് ഒരുമിച്ച് പാട്ടിന്റെ ഈരടികൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രത്യാശ ഗാനമാണിത്, നമുക്ക് ഒരുമിച്ച് പാടാമല്ലോ. ഉള്ള ആധുനിക അപ്പച്ചന്മാരുടെ സുവിശേഷകരണത്തിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ 2020 മാർച്ച് 1-ാം തീയതി ഈ സുവിശേഷം എവിടെ നിൽക്കുന്നു അത് നമുക്കൊന്ന് നോക്കാം. ഈ ന്യൂ ജനറേഷൻ സഭയിലുള്ള ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാം. എന്തിനേറെ പറയുന്ന യാതനകൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആളുകളെ വേദനകളും യാതനകളും സഹിക്കുമ്പോൾ മനുഷ്യന്റെ മലം വായിൽ കഴിപ്പിച്ചു അത്രത്തോളം വേദന സഹിച്ച അപ്പച്ചന്മാരുടെ നാടാണ്, അപ്പച്ചന്മാരുടെ സഭയാണ് പെന്തക്കോസ്ത് സഭ. എന്നാൽ ആ പെന്തക്കോസ്ത് സഭയെ ഇന്ന് ഏത് രീതിയിലാക്കിയെന്ന് നമുക്കൊന്ന് കാണാം. ആരാധന രാവിലെ തൊട്ട് മൊബൈലിൽ ഫോൺ എടുക്കുക എത്തുന്നത് ഞായറാഴ്ച രാവിലെ ആരാധന ഉണ്ടാക്കി എത്രയും ഫോൺ കിട്ടും. ഹലോ ഹലോ പാസ്റ്ററെ, ഞാനാ ശ്യാമ. എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്നോ? അതെ, അതെ. ആരാധന എല്ലാ ആഴ്ചയും കിട്ടുന്നത് ഗസ്റ്റ് വല്ലപ്പോഴല്ലേ വരുത്തോളൂ. സൂപ്പറായിട്ട് ഇന്നത്തെ ഗസ്റ്റിനെ നമ്മൾ ആഘോഷിപ്പിക്കണം. അതിന്റെ ആരാധന എല്ലാ ആഴ്ചയിലും ഉള്ളതാ, അതൊന്നും വിഷയമില്ല. പിന്നെ വേറെ ഒന്നും വിശേഷം അതിരിക്കട്ടെ, ഭാര്യ വരുമോ? ഇല്ല പാസ്റ്റർ, അവള് ഫുഡ് ഉണ്ടാക്കി ക്ഷീണിച്ചു, അവള് കിടന്ന് ഉറങ്ങും, അവള് വരുത്തില്ല. ഉറക്കമാണല്ലേ? കാര്യം ചെയ്യാം പാസ്റ്റർ, ഞാൻ എന്റെ മോനെ വിടാം. ഉറക്കമല്ലേ? ഭാര്യയ്ക്ക് മിക്കാതെ എല്ലാ ഭാര്യമാരും ഇതുപോലെ അല്ലെ ഈത്ത വലിപ്പിച്ചോണ്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. 24 മണിക്കൂർ അയ്യോ കട്ടിൽ കണ്ടാ മതി, അന്നേരം തൊട്ടേ ഉറക്കമാ. പിന്നെ പാസ്റ്റർ എന്റെ മോനെ വിടാം കേട്ടോ. പക്ഷെ ഒരു കാര്യമാണ്, ഇന്ത്യയിൽ മാച്ച് ഉണ്ട്. അപ്പൊ 11 മണിക്ക് പ്രാർത്ഥന നേർത്തിയായിരുന്നു, ഞങ്ങൾക്ക് ഒരു മാച്ച് വേണമായിരുന്നു.
അയ്യോ മാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നത്തെ ബിഗ് ബോസ് കണ്ടായിരുന്നോ? ഇല്ല സാർ, ബിഗ് ബോസ് കണ്ടില്ല, നെറ്റില്ലായിരുന്നു, നെറ്റോട്ട് തീർന്നു പോയി. അയ്യോ കണ്ടില്ലേ, ഏഷ്യാനെറ്റ് വെറും വൃത്തികെട്ട ഒരു പരിപാടിയാ ബിഗ് ബോസ്. പക്ഷെ ഞാനത് കാണാനും പറ്റിയൊരു വൃത്തിയില്ലാത്തോണ്ട് ഞാൻ കണ്ടില്ല. അതിന്റെ ഇന്ത്യ ക്രിക്കറ്റ് മാച്ചാ അതായത് ഇന്ന് 11:30 തുടങ്ങും. ആണോ? എന്നാ ഒരു 15-25 നിർത്തി ഞാനും ഓൺലൈൻ അത് കാണാം. ആരും വെറുതെ എന്തോ പറ്റിയുണ്ടോ? 11:30 മണിയായത് ഇതുവരെ ആർക്കും നടന്നൊന്നുമില്ല. ഹലോ ഗ്ലോറി സിസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? പിന്നെ എന്തുകൊണ്ട് വിശേഷം? പിന്നെ എന്തായി നമ്മുടെ MBBS അഡ്മിഷൻ ഒക്കെ എന്തായി? Admission fee was 25 lakhs rupees. 25 lakhs. 25 lakhs. യേശുവിന് 25 lakhs. എന്നിട്ട് കിട്ടിയോ? അഡ്മിഷൻ കിട്ടിയോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൊത്തം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. ഹലോ ബ്രദർ, എന്തുകൊണ്ട് ബ്രദർ, സുഖമാണോ? സുഖമാണ്. ഓ അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്റ്റൈല്. സ്തോത്രം. പിന്നെ ദുർഗഞ്ചിലെ ചില എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. 10 മണിക്ക് ആരാധന പറഞ്ഞാൽ 10 വരും, 9 ആരാധന പറഞ്ഞാൽ 10 വരും. എന്ത് ചെയ്യാനോ ഒരിക്കലും ഒരു കാര്യം കേൾക്കത്തില്ല. ശരി, നമുക്ക് പിന്നെ ആരാധിക്കാൻ നമ്മുടെ ചുരുക്കം ചില ആൾക്കാരല്ലേ വന്നിട്ടുള്ളൂ. ഏതായാലും ദൈവനാമത്തിൽ നമുക്ക് പാടി ആരാധിക്കാം. സ്തോത്രം ദൈവത്തിന്, ദൈവത്തോളം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹലോ 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 സോമച്ചേ. അതെ പറഞ്ഞോളൂ. പ്രാർത്ഥനയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യണമായിരുന്നു. എത്ര വേണം? ഒരു 50 പേര് കാണും. എന്ത് ഫുഡും റേറ്റും ഒക്കെ ഉണ്ടോ? അതിപ്പോ സോമമ്പായുടെ ബിരിയാണി കഴിച്ചാലേ ആൾക്കാർ കിടക്കത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ, റേറ്റ് എന്തോ? അതിപ്പം പോത്തും കോഴിയും എല്ലാം കൂടെ ആകുമ്പോൾ 160 പിടിച്ചോ? കോഴിയും കൂടെ ഒരുമിച്ച് വേണ്ട, കൊറോണയൊക്കെ ഉള്ളതാണ്, ചുമ്മാ അസുഖം. എന്നാ ഇതെല്ലാം മാറ്റിയിട്ട് വെജിറ്റബിൾ മാത്രമാണെങ്കിൽ എത്ര രൂപ? 150. ഒരു കാര്യം ചെയ്യും, ഒരു മോരും ഇച്ചിരി ചമ്മന്തി ഒരു പപ്പടമൊക്കെ ആണെങ്കിൽ എത്ര രൂപ? ഹലോ കേട്ടാ പറ്റില്ല. ഹലോ, മോരും ചോറും ചമ്മന്തി ഒക്കെ ആണെങ്കിൽ എത്ര രൂപയായിരിക്കും? അങ്ങനെയാണെങ്കിൽ 90. ചമ്മന്തി ഒന്നും വേണ്ട, മോര് ഒരു അച്ചാറും മതി, അതൊക്കെ മതി. ഒന്നും വെച്ചിട്ട് പോരാ. അപ്പൊ അതിന് വേറെ പണിയൊന്നുമില്ല. ഓരോരുത്തന്മാരും കഴിഞ്ഞോ? കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കും ഇല്ലേ? കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കും. ഓ ശരി ശരി. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്ലെ, ഇത്രത്തോളം ആൾക്കാർ, ചുരുക്കം ചില ആൾക്കാരാണ് ഇന്ന് ഞായറാഴ്ച നമ്മൾ വന്നത്. എന്നാലും വലിയവനായ ദൈവം കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൽ ഹല്ലേലൂയ, പ്രിയ ഗ്ലോറി സിസ്റ്റർക്ക് MBBS അഡ്മിഷൻ കിട്ടി. പ്രിയ സാമ്പ്രദർ ദുബായിൽ നിന്ന് ഒരു ദൈവം സഹായിച്ചു. അതിനാൽ നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി സിസ്റ്ററെയും പ്രിയ സാമ്പ്രദരെയും ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സഭയുടെ കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ ഫണ്ടുകളിലേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, സഭയുടെ ബിൽഡിംഗ് ഫണ്ടിലേക്കും അനേക ലക്ഷങ്ങൾ നമ്മളെ വിളിച്ചത് ചില സഹോദരനും സഹോദരിയുമാണല്ലോ. ദൈവം സഹായിക്കട്ടെ. അതിനോട് സ്തോത്രം ചെയ്യാം. നമുക്കറിയാവുന്ന ഒരു പാട്ട് പാടി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിയ ഗ്ലോറി സിസ്റ്ററെ കുറിച്ചു ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാവിത് പോരാ. എല്ലാവർക്കും ചേർന്ന് പാടാം.
പാടുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ചോണ്ട് പാടാം പ്ലീസ്. വലിയൊരു ആരാധന ശക്തി ഇവിടെ വെളിപ്പെടുവാൻ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ആരാധനയുടെ ശക്തി ഇവിടെ വെളിപ്പെടുത്താൻ സഹായിച്ചു. ഇന്ന് നമ്മുടെ സ്വന്തം മധ്യത്തിൽ ഒരു പുതിയതായിട്ടൊരു സഹോദരി വന്നിട്ടുണ്ട്. ഞാൻ പേരോ നാളോ ഒന്നും ചോദിച്ചില്ല, കണ്ടിട്ടൊരു ശാന്തമായിട്ട ഒരു സഹോദരിയാണ്. അതുകൊണ്ട് പുതിയ സഹോദരിയാണ്. അതുകൊണ്ട് ഞാനൊന്നും പരിചയപ്പെടുന്നില്ല. ആ സഹോദരിക്ക് സാക്ഷ്യം പറയാനുള്ള 2 മിനിറ്റ് അവസരമുണ്ട്. എന്തുവാ അതൊന്നും നടക്കത്തില്ല. ഇവര് പൊതുവെ ഞങ്ങൾ പണ്ടുകൊണ്ട് വരുന്നത്, ഞങ്ങൾ ആദ്യം പറയും സാക്ഷിയൊക്കെ. പുറത്തുനിന്ന് പറയാനോ സാക്ഷ്യം പറയാനോ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷയമുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റി ഇല്ല അത് പറ്റത്തില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും, ഞാൻ പറഞ്ഞേക്കാം. ഇല്ല അതല്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് വന്ന് നമ്മളുണ്ടല്ലോ അന്യം സ്നേഹിക്കണം. സ്നേഹമില്ലെങ്കിൽ സ്നേഹിച്ചിട്ട് മതി പുറത്തുള്ളവരെ സ്നേഹിക്കണം. അതൊക്കെ മതി. സ്നേഹവും ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എന്നെ സന്തോഷിപ്പിച്ച ഒരു 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സ്തോത്രം ഞാൻ സാക്ഷ്യത്തിന് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 21-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, അതിന്റെ 15, 16, 17 വാക്യങ്ങളിൽ യേശു പത്രോസിനോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പത്രോസ് ഹല്ലേലൂയ, സ്തോത്രം 3 തവണയും പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു കുഴപ്പം പരിവർത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഈ പത്രോസ് പറഞ്ഞ ഈ രീതിക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഹല്ലേലൂയ സഭകളിൽ ഹല്ലേലൂയ, സ്തോത്രം, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, എല്ലാം ഉണ്ട്. സ്തോത്രം. ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ സ്തോത്രം PPCയുടെ ബ്രദറാണ്. ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അത് എല്ലാം ഉണ്ട്. എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹവും ക്ഷമയും ഒന്നുമില്ല. നമ്മൾ ഈ സ്നേഹിക്കുന്നത് പണ്ടൊരു ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഹല്ലേലൂയ, സ്തോത്രം, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ആ ഭാര്യ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സ്തോത്രം. ഇന്നത്തെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഓപ്ഷൻ രീതിയിലാണ്. ഇന്നത്തെ ബന്ധപ്പെട്ട കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെയും ഹല്ലേലൂയ, സ്തോത്രം, ചമ്മന്തിക്ക് ഉപ്പ് കൂടിയാൽ ഉടനെ ബന്ധക്കോസില് എന്റെ മകളായാലും മകനായാലും ഹല്ലേലൂയ, സ്തോത്രം, ചമ്മന്തിക്ക് ഉപ്പ് കൂടിയാൽ ഉടനെ ഡൈവോഴ്സാ. സ്തോത്രം. ചമ്മന്തിക്ക് ഉപ്പ് കൂടിയ ഡൈവേഴ്സ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള പല സ്നേഹത്തിലും ക്ഷമയിലും ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ബന്ധക്കോസ് സംഭവം നടന്നു പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുത്തൻ മരിച്ചു കിടന്നിട്ട് റീത്ത് കൊണ്ട് വെച്ചിട്ട് അവന്റെ അടുത്ത് നിന്ന് അനുശോചനം പറയുന്നതിനെക്കാട്ടും നല്ലത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനോട് ചേർന്ന് നിന്ന് അവനൊരു ഷൊയ്ക്കാരൻ കൊടുത്തിട്ട് ഹല്ലേലൂയ, സ്തോത്രം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്തോത്രം എന്ന് പറഞ്ഞ ബ്രദറെ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സിസ്റ്റർ എന്ന് പറഞ്ഞത് അവർക്ക് പുതിയ ഹല്ലേലൂയ, സ്തോത്രം, സിസ്റ്ററാണ്. 2 മിനിറ്റ് അവർക്ക് സാക്ഷ്യം പറയുന്നത്. എല്ലാവരും അന്യോന്യ സ്നേഹത്തിലായിരിക്കും. അതിൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹം വേണം. സ്തോത്രം.
പിന്നെ ആണ് എന്നാലും നമുക്ക് പിന്നെ കത്തിയാവും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ സാക്ഷ്യത്തിനുള്ള സമയമാണ്. അതേ പ്രിയ ഗോറി സിസ്റ്ററിന് സ്തോത്രം MBBS അഡ്മിഷൻ കിട്ടിയത് 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അതുപോലെ പിന്നെ നമ്മുടെ സാമ്പ്രദർ വന്നിട്ടുണ്ട്. സാമ്പ്രദറിനും സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കാം. ഞാൻ ഇന്നലെയാണ് ദുബായിൽ നിന്ന് ഇവിടെ വന്നത്. ഞാനൊരു ഹൈവേ കൂടെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന വരവായിരുന്നു. എന്റെ പുതിയൊരു ജാഗോർ ഞാൻ ഫോട്ടോ അയച്ചില്ലായിരുന്നു. 25 ലക്ഷം രൂപ. ആ വണ്ടിയിൽ ഞാനൊരു 160 സ്പീഡിൽ ഹൈവേയിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോൾ മുമ്പിൽ ഒരു ലാൻഡ് റോവർ എന്റെ പാസ്റ്റർ ഞാൻ പാർക്കിംഗ് പാസ്റ്റർ ആ വണ്ടി വന്ന് ഇടിച്ചു പാസ്റ്റർ. ഞാൻ 160 സ്പീഡിൽ പോവായിരുന്നു. ആ വണ്ടി കൂട്ടിമുട്ടി. എന്റെ പാസ്റ്റർ എനിക്കൊന്നും പറ്റിയില്ല. അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ പാസ്റ്റർ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ 10 ലക്ഷം രൂപ ബിൽഡിംഗ് ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ സഹോദരനായിട്ട് കുടുംബത്തെ അനുഗ്രഹിച്ചായിട്ട് 10 ലക്ഷം രൂപ ബിൽഡിംഗ് ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ. നമുക്കതൊരു കമ്മിറ്റി സംസാരിക്കാം. ആ കമ്മിറ്റി കൂടിയിട്ട് സംസാരിക്കാം. എനിക്കൊരു കാര്യം വേണ്ട, നമുക്ക് കമ്മിറ്റി ഏതെങ്കിലും പാർക്കിൽ വെച്ച് നടത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മിറ്റി കഴിഞ്ഞ ഉടനെ നമുക്ക് ഫുഡ് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കഴിക്കുന്നതായിരിക്കും. ആസോടെ ഇനി പ്രിയ ആസോടെ ഗ്ലോറി സിസ്റ്റർ ഞാൻ ക്ഷണിക്കാം. എനിക്ക് MBBS അഡ്മിഷൻ കിട്ടി. 25 lakhs rupees ആയി. ഹോസ്റ്റൽ ഫീസ് 25 lakhs, എല്ലാം കൂടെ ടോട്ടൽ 50 lakhs rupees. അഡ്മിഷൻ കിട്ടിയോ? 50 lakhs അഡ്മിഷൻ കിട്ടി. സ്തോത്രം. ഞാൻ ഈ ചർച്ചിന് 5 lakh rupees വീണ്ടും 5 lakhs. 50 lakhs. ദൈവം സഹായിച്ചേട്ടാ. ഇനി ഞാൻ വന്ന സിസ്റ്റർ 2 മിനിറ്റ് പ്ലീസ്. 2 മിനിറ്റ് അതിൽ കൂടിയാ. ഓക്കെ, 2 മിനിറ്റ്. ദൈവമാകട്ടെ ഈ സമയത്ത് ആരാധനയ്ക്ക് വേണ്ടി കടന്നുവരാൻ കർത്താവ് എന്നെ സഹായിച്ചു കൃപയ്ക്കായി സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ ഞാൻ വളരെ വിഷമത്തോടെയാണ് ഇവിടെ വന്നിരുന്നത്. ഞാൻ വന്നപ്പോൾ പാസ്റ്റർ താമസിച്ചാണ് വന്ന്. ഞാൻ കുറച്ച് നേരം വെളിയിൽ കാത്തു നിന്നു. ആരെയും കണ്ടില്ല. പാസ്റ്റർ താമസിച്ചാണ് വന്നു കയറിയപ്പോഴും ശുശ്രൂഷമാരും വിശ്വാസികളെ ആരെയും കണ്ടില്ല. വന്നു കയറിയപ്പോഴും പല കണക്കുകളുടെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടത്. പല സംസാരങ്ങൾ ഞാൻ കേട്ടു. ഇനിയാണെങ്കിൽ 10 രൂപ കിട്ടിയ ഈ സിസ്റ്ററിന് 3 ലക്ഷം രൂപ. പാസ്റ്ററിന്റെ കണക്കിന്റെ കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. സഭയിൽ ധനവാന്മാരെ മാത്രമേ മാനിക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വന്നു കയറിയത് ഞാൻ സാധുവായ സഹോദരിയാണ്. നിങ്ങൾ എന്നെ മാനിച്ചതേ ഇല്ല. പക്ഷേ ദൈവസന്നിധിയിൽ ധനവാൻ സ്ഥാനമില്ല. സ്വർഗരാജ്യത്തിൽ ധനവാൻ സ്ഥാനമില്ലാന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റർ, നിങ്ങളും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണോ? ഈ ബോധിവാസങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പായി കണക്ക് തീർക്കേണ്ടതാവും. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പായി നിൽക്കേണ്ടതാണ്. പറഞ്ഞ ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കണം. കർത്താവ് നാം ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ താളത്തോടും എഴുന്നൊഴിഞ്ഞു ഈ ഞാനേ ഒന്നും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഞാൻ പെട്ടെന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലെ യോഹന പാസ്റ്റർ വിളിച്ചു നോക്കട്ടെ. 1 മിനിറ്റ്. കർത്താവ് വന്നേന്നൊരു സംശയമുണ്ട്. ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയോ എന്തോ. നമുക്ക് അടൂർ ഏരിയയിൽ ഹലോ 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 കേൾക്കുന്നില്ലല്ലോ. ഹലോ 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 പറഞ്ഞോ. ഞാനേ ഇവിടെ ഞങ്ങൾ ഇവിടുന്ന് ആരാഴ്ച കൊണ്ടിരുന്നപ്പോണ്ടല്ലേ പെട്ടെന്ന്
പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് സൈറനെ പോലെ സൗണ്ട്. കർത്താവ് വന്നയാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ സഹോദരി കാണാനില്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ അങ്ങനെ ഒരു പറത്തിലുണ്ട്, കർത്താവ് വന്നു എന്നൊരു പറത്തിലുണ്ട്. ആണോ? എന്തോന്ന് അറിയാൻ വയ്യ. എന്തായാലും ഇവിടെ നിന്ന് സഹോദരി മാത്രം കാണാനില്ല. ബാക്കി ഞാനും ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോന്ന് അറിയാൻ വയ്യ. ശരി, എന്തായാലും ഞാൻ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണേ. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 പേരെ കാണാതായിട്ടുണ്ട്. ഈ വിശ്വാസികളെന്ന് പറയുന്ന കുറെ ടീമുകളാണ്. ഇവിടെ സേഫാ. ശരി 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 ശരി, ആയിക്കോട്ടെ. എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ട് അറിയിക്കും. ആയിക്കോട്ടെ. ഓക്കെ. ഇനി അടുത്ത ടി സീറ്റിന്റെ ബ്രദർ മുമ്പോട്ട് 1-2 വാക്ക് പറയുന്നത്. ഞാൻ TP സ്ലിപ്പിന്റെ മുഖാന്തരമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവാനുസ 2021 ജനുവരി മാസം 14-ാം തീയതി TP സ്ലിപ്പിന്റെ കൺവെൻഷൻ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പാസ്റ്റർമാരൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പൊ ഈ കർത്താവ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഇപ്പൊ എത്ര പാസ്റ്റർമാർ ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല. മിച്ചമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും TP സ്ലിപ്പിന്റെ മീറ്റിംഗിലെ കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും വരിക, എല്ലാവരും വന്ന് സംഭവിക്കുക. ദൈവം സഹായിച്ചേട്ടെ. ഇപ്പൊ കർത്താവ് വന്നെന്നൊക്കെ പറയുന്ന ദൈവത്തിന്റെ 3-ാം വരവിൽ നമുക്ക് എടുക്കപ്പെടാൻ നമുക്ക് എല്ലാവരും വേണ്ടി ചെറിയൊരു പ്രത്യാശകാരം പാടി നമുക്കത് അവസാനിപ്പിക്കാമല്ലോ.